ഭാര്യയും ഭർത്താവും കൂടി മൃഗശാല കാണാൻ എത്തിയതാണ്. മരക്കൊമ്പിൽ ഇണയ്ക്കൊപ്പം സ്നേഹപ്രകടനം നടത്തുന്ന കുരങ്ങിനെ കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു, അവർ തമ്മിൽ എന്തൊരു സ്നേഹമാണ്. ഭർത്താവ് പുഞ്ചിരിച്ചു. അവർ സിംഹക്കൂടിനരികിലെത്തി. അവിടെ ആൺസിംഹവും പെൺസിംഹവും രണ്ടു ഭാഗങ്ങളിലായി ഇരിക്കുന്നു. പരസ്പരം നോക്കുന്നു പോലുമില്ല. ഭാര്യ പറഞ്ഞു, ഇവർ തമ്മിൽ ഒരു സ്നേഹവുമില്ലല്ലോ. ഒരു കല്ലെടുത്ത് പെൺസിംഹത്തിന് നേരെ എറിയാൻ ഭർത്താവ് ഭാര്യയോട് ആവശ്യപ്പെട്ടു. അവർ കല്ലെറിഞ്ഞപ്പോൾ ആൺസിംഹം അലറിക്കൊണ്ട് പെൺസിംഹത്തെ രക്ഷിക്കാനായി ഓടിയെത്തി. അതേ കാര്യം കുരങ്ങിനെയും ചെയ്യാൻ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. ഭാര്യ കുരങ്ങിനെയും കല്ലെറിഞ്ഞു. ഏറുകൊണ്ടയുടനെ ആൺകുരങ്ങ് എഴുന്നേറ്റ് ഓടിപ്പോയി. ഭർത്താവ് ചോദിച്ചു, ആർക്കാണ് യഥാർത്ഥ സ്നേഹം? പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം എന്ന് വാദിക്കുമ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനാകരുത് സ്നേഹം എന്നുകൂടി തിരിച്ചറിയണം. പുറമെ സ്നേഹോഷ്മളമായി പെരുമാറുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ സ്നേഹവലയത്തിൽ ഉൾപ്പെടാൻ ആളുകൾ തിരക്കുകൂട്ടും. ആവശ്യം നേരത്ത് ഉപകരിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഇഷ്ടം തോന്നുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അഴകുകൊണ്ടുള്ള ആരാധനയാകാം, സ്ഥാനം കൊണ്ടുള്ള സ്നേഹമാകാം, പ്രശസ്തി കൊണ്ടുള്ള പ്രണയമാകാം. ഇവിടെയൊന്നും യഥാർത്ഥ സ്നേഹത്തിന്റെ കണിക പോലും ഉണ്ടാകില്ല. വേർപിരിഞ്ഞ സ്നേഹിതരുള്ളവരോട് ചോദിച്ചാൽ അവർ നഷ്ടപ്പെടലിന്റെ ചില കാരണങ്ങൾ പറയും. പരസ്പരം മനസ്സിലാക്കിയില്ല, വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു, വേണ്ടത് കിട്ടിയപ്പോൾ ഉപേക്ഷിച്ചു, താൽക്കാലിക സുഖത്തിലായിരുന്ന താല്പര്യം, മെച്ചപ്പെട്ടത് വന്നപ്പോൾ മറന്നു എന്നല്ല. സ്നേഹിക്കുന്നവർ സ്നേഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മറികടന്നേ പറ്റൂ. എപ്പോഴും അടുത്തുണ്ടാകണം, പ്രതീക്ഷകൾക്കനുസൃതമായി എപ്പോഴും പെരുമാറണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സ്നേഹപ്രകടനങ്ങളും ശൈലിയും അളവും തനിക്കും ലഭിക്കണം. കഥകളിലും സിനിമകളിലും പ്രദർശിപ്പിക്കുന്ന ലാളന രീതികൾ തനിക്കും അവകാശപ്പെട്ടതാണ് തുടങ്ങിയ മിഥ്യാബോധങ്ങൾക്കൊപ്പമാണ് പ്രണയം എന്ന യാഥാർത്ഥ്യം. സ്നേഹം വ്യക്തിപരമാണ്, അതിന് പൊതു നിയമങ്ങളില്ല. അത് മനസ്സിലാക്കുന്നവർക്കാണ് കാൽപ്പനിക സ്നേഹവും പ്രായോഗിക സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുക. എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.